ATD ആംഗിൾ മാപ്പിങ്ങിലൂടെ നമ്മുടെ ലേണിംഗ് സെൻസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹായ്, സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, കുട്ടികളൊക്കെ പഠിക്കാനായിട്ടുള്ള സമയങ്ങളാണ് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടോ ATD ആംഗിൾ മാപ്പിംഗ്? അതായത് നമ്മുടെ കയ്യിലെ ചില രേഖകളെ പരിശോധിച്ച് നമ്മുടെ ലേണിംഗ് സെൻസിറ്റിവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ATD ആംഗിൾ മാപ്പിങ്ങിലൂടെ നമ്മുടെ ലേണിംഗ് സെൻസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സഹായം ആകുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ATD ആംഗിൾ മാപ്പിങ്ങിലൂടെ 3 തരത്തിലുള്ള വിഭാഗങ്ങളാക്കി നമുക്ക് കുട്ടികളെ മാറ്റാൻ സാധിക്കും. അതായത് ഈ A, B, C 3 കാറ്റഗറി. ഒന്ന്, അതിൻ്റെ വാല്യൂ 35 എബോവ് ആണെങ്കിൽ അതൊരു കാറ്റഗറി, 35 to 45 ആണെങ്കിൽ അതൊരു കാറ്റഗറി, 45 ബിലോ ആണെങ്കിൽ അതൊരു മറ്റൊരു കാറ്റഗറി. ഇങ്ങനെ 3 കാറ്റഗറിയായിട്ട് ഇതിനകത്ത് തിരിച്ചിരിക്കുന്നത്. ഈ 3 കാറ്റഗറിയിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് 35 എബോ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് കാറ്റഗറി A അങ്ങനെ പറയാം. രണ്ടാമത്തത് കാറ്റഗറി B, 35 to 45 കാറ്റഗറി B, 45 ബിലോ കാറ്റഗറി C. ഇങ്ങനെ ഈ 3 കാറ്റഗറി ഉണ്ട്. ലേണിംഗ് സെൻസിറ്റിവിറ്റി കൂടിയ കുട്ടികളാണ് കാറ്റഗറി എയിൽ വരുന്നത്. കാറ്റഗറി ബിയിൽ വരുന്നത് എയിനെക്കാട്ടിലും കുറച്ചുകൂടെ അളവ് കുറഞ്ഞ് സെൻസിറ്റിവിറ്റി ഉള്ള കുട്ടികളാണ് അതിൽ വരുന്നത്. കാറ്റഗറി സിയിൽ വരുമ്പം അതിലും താഴെയാണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി പവർ അവർക്കുള്ളത്. ഇത് കുഴപ്പമുള്ള കേസൊന്നുമല്ല. ഇതുകൊണ്ട് അവരുടെ ലൈഫിൽ യാതൊരുവിധ പ്രശ്നങ്ങളുണ്ടാകത്തില്ല. പക്ഷേ അവർക്ക് എത്രത്തോളമാണ് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കേട്ട് കഴിയുമ്പം അവരുടെ ബ്രെയിനിലേക്ക് അത് സെൻസിറ്റീവ് ആകുന്നത്, അത് എത്രത്തോളം അവർക്ക് മനസ്സിലാകുന്നത്, അതിൻ്റെ ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളമാണ് അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇതിൽ 3 കാറ്റഗറി കുട്ടികളുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ ക്ലാസ്സിൽ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം ആ കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് കഴിഞ്ഞ് മറ്റവർക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ വേണം. അതായത് കാറ്റഗറി എയിലുള്ളവർക്ക് ഒരു കാര്യം പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും. കാറ്റഗറി ബി എന്ന് പറയുമ്പോൾ അതിന് ചെറിയൊരു എക്സ്പ്ലനേഷനോടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവും. കാറ്റഗറി സി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് വൈഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ട്, എന്നാലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ചോദിക്കും നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഈ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറയും. മറ്റുള്ളവരോട് ചിലപ്പോൾ ടീച്ചർ ചോദിക്കാൻ നിൽക്കത്തില്ല. മറ്റുള്ളവരവിടെ സൈലൻ്റ് ആയിട്ടിരിക്കും, അവർക്കത് പിടികിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാ പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ 2 വിഭാഗത്തിലുള്ളവർക്ക് മനസ്സിലാക്കുകയും 3-ാം വിഭാഗത്തിന് അത് പിടികിട്ടാതിരിക്കുകയും അവർ പരീക്ഷയെ പരാജയപ്പെടുകയും ചെയ്യും. ഈ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്ത് പഠിപ്പിക്കുമ്പം ആ ടീച്ചർക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ ഒരു വട്ടം പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകത്തില്ല, അവർക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുത്താലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തോടെ അവരെ പഠിപ്പിക്കുമ്പം അവർക്ക് ആ കുട്ടികളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാൻ പറ്റും. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അവർക്കത് ഉൾക്കൊള്ളാനും സാധിക്കും. അതിലൂടെ അവർക്ക് പരീക്ഷകളിലും മറ്റുള്ള വിജയങ്ങളും അവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പലയിടത്തും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. മറ്റുള്ളവർക്കും ഇത് അറിയിക്കുക. കുട്ടികൾക്ക് നമുക്ക് കുറച്ചുകൂടെ എന്നാൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റിയെടുക്കാൻ ഇതുപോലുള്ള ടെക്നിക്സ് കൊണ്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. താങ്ക് യു.